ഹായ്, എൻ്റെ പേര് ടിങ്കിൾ സൂര്യ. രേഖാചിത്രത്തിലെ മമ്മൂട്ടി ചേട്ടനെ അന്വേഷിക്കുന്നവരാണല്ലോ എല്ലാവരും. ആ മമ്മൂട്ടി ചേട്ടനായിട്ട് വേഷം വിട്ടത് ഞാനാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ്, അതായത് നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ രേഖാചിത്രം സിനിമയിലേക്ക് എത്തുന്നത് എൻ്റെ ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള സുമേഷ് അദ്ദേഹം വിളിച്ചിട്ടാണ്. ജോഫിൻ അദ്ദേഹം ഡയറക്ടറെ കാണാൻ എത്തുന്നത്. അന്ന് ഞാൻ ഒരു 90 കിലോ അധികം വെയിറ്റ് ഉണ്ടായിരുന്നു. ആ വെയിറ്റ് കുറച്ചിട്ട് 78 കിലോ 80 കിലോ ആക്കിയിട്ടാണ് മമ്മൂക്കാനെ ചെയ്യുന്നത്. അത് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് മമ്മൂക്കാനെ ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ്, അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയല്ല, സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയമോ കാര്യങ്ങളല്ല അതിനകത്ത് ശരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളാണ് ശരിക്കും ആ സിനിമയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് നോക്കി പഠിച്ചിട്ടാണ് ആ സിനിമ ഞങ്ങൾ ചെയ്തത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. കാരണം വെച്ചാൽ ഓടിച്ചെന്ന് ചെയ്ത ഒരു സിനിമ അല്ലാതെ, അദ്ദേഹത്തെ ഒരു മെഗാസ്റ്റാർ, എല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ടിക്ടോക്ക് വീഡിയോസിനോടൊപ്പം തന്നെ ഫേസ് അല്ല, ശരിക്കും ബോഡിയാണ് ശരിക്കും അതിനകത്ത് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് നമ്മളതിനകത്ത് എടുക്കേണ്ടി വന്നു. ഒരുപാട് നാളുകൾ അദ്ദേഹത്തെ പോലെ നടക്കാനും അദ്ദേഹത്തെ പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് റിസൾട്ടാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ. ഇല്ല, ചെറുപ്പം തൊട്ടുന്ന ആൾക്കാർ പറയാറില്ല. ഞാനിത് ചെയ്യുന്നത് ടിക്ടോക്കിലായിരുന്നു. ടിക്ടോക്കിൽ ഞാൻ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ചെയ്തപ്പോൾ അതിനൊന്നും വലിയ റീച്ചൊന്നും കണ്ടില്ല. ജസ്റ്റ് ഞാനൊരു മമ്മൂക്കയുടെ ഒരു വീഡിയോ, ഒരു സോങ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞാൽ മമ്മൂക്കാനെ പോലെ ഉണ്ട് കേട്ടോ. അന്നും വലിയ സാമ്യമൊന്നും തോന്നിയിരുന്നില്ല. മമ്മൂക്കാനെ പോലെ ഉണ്ട്, അതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു വീഡിയോ കയറി ക്ലിക്കായി. ഞാനത് ചെയ്തത് ഒരു വീഡിയോ കയറി നല്ലോണം ക്ലിക്കായി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശരിക്കും മമ്മൂക്കയായിട്ട് എനിക്കൊരു സാമ്യം ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി ഇതേ രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. വീഡിയോയിൽ തന്നെ ടിക്ടോക്ക് വൈൻഡപ്പ് ചെയ്യും. അതുപോലെ ടിക്ടോക്ക് നിർത്തലാക്കിയതിന് ശേഷം പിന്നെ തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പിന്നെ ഇത് കൂടുതലായിട്ട് റീച്ച് ആകാൻ തുടങ്ങിയത്. കാരണം വെച്ചാൽ വേറെയുള്ള വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് റീച്ച് ആവില്ല. പക്ഷേ സാറിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിടിന്ന് റീച്ച് ആവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനം നൽകി. ആ ഒരു വീഡിയോ ആയിരിക്കും, ആ കുറേ വീഡിയോസുകളാണ് എനിക്ക് സിനിമയിലേക്ക് ശരിക്കും വഴി തുറന്നു തന്നത്. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ തലമുടി ഒന്ന് ചരിച്ച് തീരും, പിന്നെ അതുപോലെ തന്നെ സൈഡിലേക്ക് ഒരു ലുക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാണ്ട് മുഖത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ആ ഒരു പാറ്റേൺ പിടിച്ച് ചെയ്യുമ്പം എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാൻ മിക്കവാറും. അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞു നല്ലോണം വണ്ണം ഉണ്ടായിരുന്നു. ആ വണ്ണം ശരിക്കും കുറച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഈ വണ്ണം കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഡയറക്ടർ ജോഫിൻ സാറ് നടന്ന് കാണിച്ചു കൊടുത്തു. അതിനകത്ത് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ നടന്ന് കാണിച്ചു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല. കാരണം ഞാൻ നമ്മളൊരു നടക്കുമ്പോൾ അതേ രീതിയിലല്ല നടക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് പഠിക്കാനായിട്ടൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. അരുൺ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്താണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹവും ഞാനും കൂടെ കുറേ നാളുകൾ ഇവിടെ കെൻറ്റ് ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരു 10-30 ദിവസം ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇദ്ദേഹം നടക്കുന്നവരെ നടക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഇടവേള ടൈമുകളിലെല്ലാം തന്നെ മമ്മൂക്ക ചെയ്യുന്ന എങ്ങനെയാണോ സാറ് ചെയ്യുന്ന അതേ രീതിയിൽ നടക്കാനും സാറ് ചെയ്യുന്ന രീതിയിലൊക്കെ പെരുമാറാനൊക്കെ പഠിച്ചു. ആ ഒരു രീതിയെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ ടിക്ടോക്ക് ചെയ്യുമ്പോഴായാലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുമ്പോഴായാലും നമ്മളത് ചെയ്ത് കഴിഞ്ഞു, അത് ചെയ്തു തീർന്നു. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യനും നമ്മൾ തിരിച്ചറിയില്ല. നമ്മളവിടെ ഇത് മമ്മൂക്കയായിട്ട് ചെയ്യുന്ന ആളല്ലേന്നോ അല്ലെങ്കിൽ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ആളെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, തന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സിനിമയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു, അത് കഴിഞ്ഞു ഒരു കുറച്ച് ദിവസം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ആകാനായിട്ടൊക്കെ അതിനകത്ത് കടന്നു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലായി. ഇപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരും അറിയത്ത് പോലുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നേക്കാളും വലിയൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമായിരിക്കാം മമ്മൂക്കാനൊക്കെ കാണുക. അത് വലിയൊരു കാര്യം തന്നെയാണ്. മമ്മൂക്കാനൊന്ന് കാണുക, സാറിനൊന്ന് കാണുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. കാരണം എല്ലാവർക്കും ആഗ്രഹം പോലെ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ ചെറുതിലേ തൊട്ടുള്ള ഒരു ആരാധ്യ പുരുഷനാണ് അദ്ദേഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റാരെ ആരാധിച്ചേക്കാളും കൂടുതൽ അദ്ദേഹത്തെ ആരാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വേഷം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒന്ന് അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്കാളും വലിയൊരു സംഭവമാണ് ശരിക്കും കിട്ടിയേക്കുന്നത് തന്നെ പറയാം.
എനിക്ക് വാത്സല്യം സിനിമയിലെ പെർഫോമൻസ് അത് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദി കിങ്, കുട്ടേട്ടൻ സിനിമ, അതൊക്കെ എനിക്ക് കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് ആഗ്രഹം തോന്നുന്ന സിനിമകൾ. അതൊക്കെ എത്ര പ്രാവശ്യം ടി വിയിൽ വന്നാലും ഞാനത് കണ്ടുകൊണ്ടേയിരിക്കും, അത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇതിനു മുമ്പായിട്ട് 2 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ നാടകം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിനകത്തു നിന്നാണ് ഞാനിപ്പോൾ സിനിമയിലേക്ക് ഇങ്ങനെ വന്നത്. സിനിമയിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ സിനിമയിലേക്ക് വരണം എന്ന് ഉദ്ദേശിച്ച് അങ്ങനെ അല്ല, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വന്നു എന്ന് തന്നെ പറയാം. നല്ല സിനിമയുടെ ഭാഗമാകുക, ഇനിയും തുടർന്നും നല്ല അവസരങ്ങൾ എനിക്കായിട്ട് കിട്ടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ ഇപ്പോൾ റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ പോസ്റ്റർ കാണാനുണ്ട്. കാരണം വെച്ചാൽ രേഖാചിത്രത്തിൻ്റെ പോസ്റ്ററിലെല്ലാം തന്നെ എൻ്റെ ഭാഗ്യഭാവം കാണുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ ഇനിയിപ്പോൾ എന്താണാവോ ഫ്രണ്ട് വശം ഒന്ന് കാണാൻ പറ്റുക, ഫേസ് കാണാൻ, എൻ്റേതായിട്ടുള്ളൊരു ഫേസ് കാണാൻ പറ്റുക. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം.